ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ പെരുവന്താനം സെയിന്റ് ആന്റണീസ് കോളേജ് ഹരിതാഭമായ ഉന്നത ദർശനങ്ങളുമായി എത്തുന്നു ആസ്പയർ 360 പ്രോഗ്രാമിലൂടെ. തൊഴിലവസരങ്ങൾ, പുതിയ കോഴ്സുകൾ, സാങ്കേതിക മേഖലയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, എന്റർടൈൻമെന്റ് പ്രോഗ്രാം, അങ്ങനെ ഒട്ടനവധി പ്രോഗ്രാമുകളുമായി ആരംഭിക്കുകയായി. ഏവർക്കും ഹൃദ്യമായ സ്വാഗതം.
Hi, today we are going to discuss different etiquettes and manners. What is actually etiquettes? Etiquettes എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു നിർവചനമാണ്. ആ നിർവചനം ഇങ്ങനെയാണ്. It's a customary code of political behavior in a society or among members of particular profession or a group. എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു സമൂഹത്തിൽ പാലിക്കപ്പെടേണ്ട അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില ബോധ്യങ്ങളെയാണ് എറ്റിക്വറ്റ്സ് അല്ലെങ്കിൽ മാനേഴ്സ് എന്ന് ജനറലി പറയാറുള്ളത്. ഹ്യൂമൻസ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ആനിമൽ എന്നാണ് പറയുക. അപ്പോൾ നമ്മളൊരു സമൂഹത്തിൽ പലവിധ ആൾക്കാരെ കാണുകയും അവരുമായിട്ട് നമ്മൾ ഇടപെടുകയും ചെയ്യേണ്ടവരാണ്. ആ ഇടപെടലുകളിൽ നമുക്ക് വേണ്ടിയ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കേണ്ട ആ ഒരു ചെയ്തികളെ അല്ലെങ്കിൽ ആചാരങ്ങളെയാണ് നമ്മൾ എറ്റിക്വറ്റ്സ്, അതുപോലെ തന്നെ അതിനെ തുടർച്ചയായിട്ട് പറയുന്നതാണ് മാനേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് പലവിധ എറ്റിക്വറ്റ്സുകളുണ്ട്. അതായത് ടെലിഫോൺ എറ്റിക്വറ്റ്സുകളുണ്ട്, അതുപോലെ തന്നെ ടേബിൾ എറ്റിക്വറ്റ്സുകളുണ്ട്, കട്ട്ലറി എറ്റിക്വറ്റ്സുകളുണ്ട്, കോസ്റ്റ്യൂം എറ്റിക്വറ്റ്സുകളുണ്ട്. അങ്ങനെ പലവിധ തരത്തിലുള്ള എറ്റിക്വറ്റ്സുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓരോ സമൂഹത്തിൽ അല്ലെങ്കിൽ ഓരോ പ്രൊഫഷണൽ ആൾക്കാരുമായിട്ട് ഇടപെടുമ്പോൾ നമ്മൾക്ക് ബോധ്യമുണ്ടാകേണ്ട ചില കാര്യങ്ങളാണ് ആ എറ്റിക്വറ്റ്സുകൾ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടേബിൾ എറ്റിക്വറ്റ്സുകളും ടേബിൾ മാനേഴ്സുകളും കട്ട്ലറി എറ്റിക്വറ്റ്സുകളെ കുറിച്ചുള്ള ചെറിയ അറിവുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാവരും ധാരാളം യാത്ര ചെയ്യുന്നവരാണ്. അപ്പോൾ യാത്ര ചെയ്യുന്ന വഴികളിൽ നമ്മൾ പല പാർട്ടികളിലും പ്രോഗ്രാമുകളിലും ഈറ്ററുകളിലെല്ലാം നമ്മൾ കയറുന്നതാണ്. അപ്പോൾ അങ്ങനെ കയറുമ്പോൾ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അതാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ. അതിനെയാണ് ജനറലൈസ് ചെയ്ത് നമ്മൾ എറ്റിക്വറ്റ്സുകൾ എന്ന് പറയുക. ടേബിൾ അല്ലെ ഡൈനിങ് എറ്റിക്വറ്റ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഭക്ഷണം കഴിക്കാൻ റെസ്റ്റോറൻറ്റിൽ കയറുന്നത് വയറ് നിറയ്ക്കുക അല്ലെങ്കിൽ വിശപ്പ് അകറ്റുക എന്നുള്ളതാണ്. അതിലേറെ ഉപരിയായിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീലിനെ വിളിക്കുന്ന പേരാണ് ഡൈനിങ് എക്സ്പീരിയൻസ്. ആ ഡൈനിങ് എക്സ്പീരിയൻസ് നമുക്ക് ലഭ്യമാകണമെങ്കിൽ നമുക്ക് ഈ എറ്റിക്വറ്റ്സ് അല്ലെ ടേബിൾ മാനേഴ്സ് എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടും അറിഞ്ഞിരിക്കണം. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാട് ധാരാളം ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമായിരുന്നു. അപ്പോൾ അവരിയ്ക്കുമ്പോൾ അവരെയും കൂടെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് അല്ലെങ്കിൽ അവരുടെ കൂടെ സൗകര്യങ്ങൾ നോക്കിക്കൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. പലപ്പോഴും അത് അവഗണിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമ്മുടെ ഈ മാനേഴ്സുകളും ടേബിൾ എറ്റിക്വറ്റ്സുകളൊക്കെ നമ്മൾ മറന്നു പോകാറുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെയാണ്, ഓർമ്മപ്പെടുത്തലുകളെയാണ് ഞാൻ ടേബിൾ മാനേഴ്സ് എന്നുള്ള രീതിയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ അധികം സംസാരിക്കുവാനോ അധികം ചിരിക്കുവാനോ പാടുള്ളതല്ല. ചിരിക്കാം, പക്ഷെ അതിൻ്റെ ഒരു പരിമിതിയുണ്ട്. അപ്പം അങ്ങനെ ചിരിക്കുമ്പോൾ ഷുഡ് നോട്ട് ടോക്ക് അല്ലെങ്കിൽ ഷുഡ് നോട്ട് ലാവ് വൈൽ ഈറ്റിംഗ് എന്ന് പറയുക. അപ്പം അങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ചില അംശങ്ങളൊക്കെ ആൾക്കാരിലേക്കും ഒക്കെ വീഴുവാൻ അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അധികം ഭക്ഷണ സമയങ്ങളിൽ അധികം സംസാരിക്കരുത് അല്ലെങ്കിൽ അധികം നമ്മൾ ആർത്ത് ചിരിക്കരുത് എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ എല്ലാവരും സാധാരണ ഭക്ഷണം കഴിക്കുന്നത് കൈകൾ ഉപയോഗിച്ചോ അതല്ലെങ്കിൽ ഏതെങ്കിലും ടൂളുകൾ കട്ട്ലറികൾ ഉപയോഗിച്ചോ ആയിരിക്കും ഭക്ഷണം കഴിക്കുക. നമുക്ക് അങ്ങനെ ഒരു കട്ട്ലറി ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കണമെന്ന് നിർബന്ധങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മൾ കട്ട്ലറി ഉപയോഗിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ ആ സ്കില്ല് നമുക്ക് അറിഞ്ഞിരിക്കണം. സാധാരണ ഇപ്പോൾ നമ്മൾ വലിയ ഹോട്ടലുകളിലൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറുമ്പോൾ അവിടെ എന്താ പറയുക, നമുക്ക് കഴിക്കുവാൻ വേണ്ടിയിട്ടുള്ള കട്ട്ലറികളും കട്ട്ലറികൾ എന്ന് പറയുന്ന സ്പൂണുകളും നൈഫുകളും ഫോർക്കുകളും വിവിധ തരത്തിലുള്ള ഗ്ലാസുകളും വൈൻ ഗ്ലാസുകളും വാട്ടർ ഗ്ലാസുകളും നാപ്കിൻസുകളും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള പ്ലേറ്റ്സുകളൊക്കെ നമ്മൾ വരുന്നതിന് മുന്നേ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കും. അത് കഴിക്കുന്നതിന് ഒരു രീതികളുണ്ട്. നമ്മളെപ്പോഴും കഴിക്കുന്നത് കട്ട്ലറികളുടെ സ്കില്ലുകൾ അത് ഉപയോഗിക്കേണ്ട രീതികൾ നമുക്ക് അറിയുന്നില്ലെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഏതാണ് ആദ്യം ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്പൂണുകളും ഏതെങ്കിലും ഒരു ഫോർക്കുകളും ഏതെങ്കിലും ഒരു നൈഫുകളും ഉപയോഗിച്ച് നമ്മൾ കഴിക്കാൻ ആരംഭിക്കും. എപ്പോഴും അതിനൊരു ഓർഡറുണ്ട്. ആ ഓർഡറുകളാണ് ഇപ്പോഴും അവരിങ്ങനെ കൃത്യമായിട്ടും ടേബിളുകളിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. ആ ഓർഡറുകൾ ഇങ്ങനെയാണ്. നമ്മളെപ്പോഴും പ്ലേറ്റ്സിനോട് അടുത്തിരിക്കുന്ന കട്ട്ലറികളാണ്. ഒരു പക്ഷേ നൈഫുകളോ അല്ലെങ്കിൽ സ്പൂണുകളോ അല്ലെങ്കിൽ ഇടതുവശത്ത് ഫോർക്കുകളോ, വലതുവശത്താണ് സാധാരണ നൈഫുകളും സ്പൂണുകളും വരിക, ഇടതുവശത്താണ് ഫോർക്കുകൾ വരിക. അപ്പോൾ അത് കഴിക്കാൻ അപ്പം നൈഫുകളും സ്പൂണുകളും വലത് കൈ കൊണ്ടും
നൈഫുകൾ ഫോർക്കുകൾ എപ്പോഴും ഇടത് കൈകൾ കൊണ്ടുമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പ്ലേറ്റ്സിന് ഏറ്റവും അടുത്തിരിക്കുന്നതാണ് എപ്പോഴും മേജർ മീൽസിന് വേണ്ടി, പ്രധാനപ്പെട്ട ആഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു 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 കട്ട്ലറികൾ എന്ന് പറയുന്നത്. കടിക്കേണ്ട രീതികൾ എങ്ങനെയാണ്? എപ്പോഴും എക്സ്ട്രീം എൻഡിൽ ഇരിക്കുന്നതാണ് എപ്പോഴും ലൈറ്റർ ഫുഡ്. അപ്പം ലൈറ്ററിൽ നിന്നാണ്, വളരെ ലളിതമായിട്ടുള്ള ലൈറ്റർ ഫുഡിൽ നിന്നാണ് നമ്മൾ വലിയ ഭക്ഷണത്തിലേക്ക് വരേണ്ടത്. അങ്ങനെ കഴിക്കുമ്പോഴാണ് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വയറുകൾ കൃത്യമായിട്ട് നിറയുന്നതും അങ്ങനെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ വയറ് നിറയുന്ന ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്ന ഭക്ഷണങ്ങൾ ഒരുപക്ഷെ നമുക്ക് കഴിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് എപ്പോഴും ഏറ്റവും ലൈറ്ററായിട്ടുള്ള ഭക്ഷണങ്ങളുടെ കട്ട്ലറികളാണ് അല്ലെങ്കിൽ ടൂളുകളാണ് ഏറ്റവും എക്സ്ട്രീം എൻഡുകളിൽ വെക്കുക. അത് ഇടതുവശത്തോ വലതുവശത്തോ ആകും. അതിനുശേഷമാണ് നമ്മൾ വലിയ ഭക്ഷണത്തിലേക്ക് വന്ന് പ്ലേറ്റ്സിനോട് അടുക്കും തോറും ഏറ്റവും അടുത്തിരിക്കുന്നതാണ് ഏറ്റവും വലിയ ഭക്ഷണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്ലേറ്റ്സിന് മുകളിൽ ഇരിക്കുന്ന സ്പൂണും ഫോർക്കുകളും ഉണ്ട്, അത് ഡെസേർട്ടിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത്, ഇതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ഭക്ഷണം എങ്ങനെ കഴിക്കണം എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു ഓർഡറിനെയാണ്, സിസ്റ്റം ഓഫ് ഓർഡറിനെയാണ് ഈ എന്താ പറയുക സിസ്റ്റം ഓഫ് ടേക്കിംഗ് ഫുഡ് ഇൻ എ കോഴ്സ് വൈസ് എന്ന് പറയുക. അങ്ങനെ കഴിക്കുന്ന രീതികളെയാണ് ഇത് എല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. സൂപ്പ് സെർവ് ചെയ്തു എന്ന് ഉറപ്പായതിനു ശേഷം മാത്രമേ നമ്മൾ ഭക്ഷണം അല്ലെങ്കിൽ സൂപ്പ് കഴിച്ച് തുടങ്ങാവുള്ളൂ. നമുക്ക് ആദ്യം സെർവ് ചെയ്തു നമ്മൾ സ്റ്റാർട്ട് ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മൾ എല്ലാം കഴിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എന്താ പറയുക ടേബിളിൽ നിന്ന് എല്ലാവരും കഴിച്ചതിന് ശേഷം മാത്രമേ ടേബിളിൽ നിന്ന് നമ്മൾ എണീറ്റ് പോകാവുള്ളൂ. ഇതിനെയൊക്കെയാണ് ടേബിൾ മാനേഴ്സുകൾ എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ഇടയ്ക്ക് എന്തെങ്കിലും കോളുകൾ വന്നു, അതുപോലെ ഇടയ്ക്ക് എണീറ്റ് പോകേണ്ട എന്തെങ്കിലും സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ അവിടെ നിന്ന് ടേബിളിൽ നിന്ന് ഇറങ്ങി പോകാവുള്ളൂ. അതൊക്കെയാണ് ടേബിൾ മാനേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ കൈകൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് വീടുകളിലൊക്കെ സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ വിരലുകളൊക്കെ നമ്മൾ രുചിയുടെ ഭാഗമായിട്ട് നമ്മൾ എന്താ പറയുക ലിക്ക് ചെയ്യാറുണ്ട്. അത് നമ്മൾ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ ഇങ്ങനെയുള്ള മോശം പ്രവണതകൾ നമ്മൾ ചെയ്യരുത്. അത് നല്ലൊരു ടേബിൾ മാനേഴ്സിൽ പെടുന്നതല്ല. അതുപോലെ തന്നെ നമ്മൾ ഇരിക്കുമ്പോൾ ചെയറുകൾ നമ്മൾ വലിക്കാറുണ്ട്, വലിച്ച് മാറ്റിയതിന് ശേഷം ഇരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ വലിക്കുമ്പോൾ ശബ്ദങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് നമ്മളെപ്പോഴും ചെയറുകൾ വലിക്കരുത്, അല്ലെങ്കിൽ ഡ്രോ ചെയ്ത് നമ്മൾ പതിയെ ലിഫ്റ്റ് ചെയ്തിട്ട് വേണം ചെയറുകളിൽ ഇരിക്കുവാൻ. വലിച്ചാൽ അതൊരു അരോചകമായിട്ട് തോന്നും. ഇതെല്ലാം ടേബിൾ മാനേഴ്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ വായിക്കകത്ത് ഭക്ഷണങ്ങൾ ഇട്ട് ചവയ്ക്കുമ്പോൾ ചൂ ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുക അൺനെസസറി നോയ്സുകൾ നമ്മൾ ചിലപ്പോൾ അറിയാതെ വരുന്നതാണ്. ആ നോയ്സുകൾ പൂർണ്ണമായിട്ട് നമ്മൾ എന്താ പറയുക ശ്രദ്ധയോടെ അത് അവോയ്ഡ് ചെയ്യപ്പെടേണ്ടതാണ്. അതെല്ലാം മറ്റുള്ളവർക്ക് അരോചകമായിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇതിനെയൊക്കെയാണ് നമ്മൾ ടേബിൾ എറ്റിക്വറ്റ്സുകൾ എന്ന് പറയും. അതുപോലെ തന്നെ ടേബിൾ മാനേഴ്സുകൾ എന്ന് പറയും. അതുപോലെ തന്നെ കട്ട്ലറി എറ്റിക്വറ്റ്സുകൾ എന്ന് പറയുമ്പോൾ അതിന് ചില എന്താ പറയുക കട്ട്ലറി ലാംഗ്വേജുകളുണ്ട്. കട്ട്ലറി ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണത്തിന് കഴിക്കുമ്പോൾ നമ്മൾ നൈഫും ഫോർക്കും വെച്ചിട്ടാണ് കൂടുതലായിട്ട് ആൾക്കാർ ഭക്ഷണങ്ങൾ കഴിക്കുന്നതെങ്കിൽ ആ നൈഫും ഫോർക്കും വെർട്ടിക്കലായിട്ടാണ് നമ്മൾ ഒരേപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഐ കംപ്ലീറ്റ് മൈ മീൽ, ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു എന്നതാണ് അതിൻ്റെ സൂചന. അതുപോലെ തന്നെ ഞാൻ ഹൊറിസോണ്ടലി, അതായത് ഹൊറിസോണ്ടലി ആണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ എൻജോയ്ഡ് മൈ മീൽ, ഞാൻ എൻ്റെ ഭക്ഷണം ഞാൻ എൻജോയ് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ സൂചന. അതുപോലെ തന്നെ ഞാൻ ഒരു വി ഷേപ്പിലാണ് ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഞാൻ കട്ട്ലറികൾ വെച്ചിട്ടുണ്ടെങ്കിൽ നൈഫ് ഫോർക്കും ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇനിയും ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടില്ല, ഇനിയും ഐ നീഡ് മോർ ഫുഡ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ കട്ട്ലറി തിരിച്ച്, അതായത് ഒരു ക്രോസ് ആയിട്ടാണ് അല്ലെങ്കിൽ ഇൻഡു മാർക്കിൻ്റെ രീതിയിലാണ് ഞാൻ വെക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ഐ എം നോട്ട് ഹാപ്പി വിത്ത് ദ ഫുഡ്. പലവിധ കാരണങ്ങളാണ്. അപ്പോൾ അത് ഒരു പക്ഷേ സ്റ്റാഫിൻ്റെ നല്ല പെരുമാറ്റത്തിൽ നിന്ന്, മോശം പെരുമാറ്റത്തിൽ നിന്നാകാം, അതുപോലെ തന്നെ മോശം ഭക്ഷണത്തിൽ നിന്നാകാം, ആംബിയൻസിൻ്റെ കുറവ് കൊണ്ടൊക്കെയാകാം, പലവിധ കാരണങ്ങളാണ്. ഒരു ഭക്ഷണത്തിൽ മാത്രമല്ല നമ്മുടെ ഡൈനിങ് എക്സ്പീരിയൻസ് പൂർണ്ണമാകുന്നത് അതിൻ്റെ ചുറ്റുപാടുകളാണ്. നമ്മളെപ്പോഴും ഒരു ഡൈനിങ് എക്സ്പീരിയൻസ് എപ്പോഴും നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് നമ്മൾ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് തൃപ്തി വരുന്നത് മാത്രമല്ല, നമുക്ക് നല്ല പ്രൊഫഷണൽസ് ആണ് നമുക്ക് ഫുഡ് സെർവ് ചെയ്യുന്നത്. വളരെ ഹൈലി ഹൈജീനിക് ആയിട്ടുള്ള ഷെഫ്മാരാണ് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നത്. അതുപോലെ തന്നെ വളരെ എന്താ പറയുക നല്ല ആംബിയൻസുകളെല്ലാം, നമ്മൾ ഇരിക്കുന്ന ആംബിയൻസുകളെല്ലാം വളരെ മനോഹരമായിരിക്കണം. നമ്മുടെ സീറ്റിങ്ങുകളെല്ലാം വളരെ കംഫോർട്ടബിൾ ആയിരിക്കണം. അവസാനം മാത്രമേ ആക്ച്വലി നമ്മുടെ ഭക്ഷണത്തിൻ്റെ രീതിയിലേക്ക് വരികയുള്ളൂ. ഇതിനെയൊക്കെ ജനറലൈസ് ചെയ്ത് കിട്ടുമ്പോഴാണ് നമുക്ക് ഡൈനിങ് എക്സ്പീരിയൻസുകൾ എന്ന് നമ്മൾ വിളിക്കാറ്. അതുപോലെ തന്നെ നമ്മൾ ക്രോസ് ആയിട്ടാണ്
ഞാൻ ട്രയാങ്കിൾ ആയിട്ടാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് ഇനിയും ഭക്ഷണം വേണം എന്നുള്ളതാണ് സൂചന. അതുപോലെ തന്നെ നമ്മൾ ക്രോസ് ആയിട്ടാണ് വെക്കുന്നതെങ്കിൽ, ക്രോസിൻ്റെ ചിഹ്നത്തിൻ്റെ രീതിയിലാണ് വെക്കുന്നതെങ്കിൽ എനിക്ക് ഐ എം റെഡി വിത്ത് മൈ നെക്സ്റ്റ് മീൽ, അടുത്ത മീലിലേക്ക് പോകാൻ ഞാൻ റെഡിയാണ് എന്നുള്ളതാണ് സൂചനകൾ. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുറേ കട്ട്ലറി ലാംഗ്വേജുകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ടേബിൾ മാനേഴ്സിൻ്റെ ഒരു കാര്യം കൊണ്ട് പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു ഡിസ്കഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. നമ്മൾ എല്ലാവരുമായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ കട്ട്ലറി അല്ല ഉപയോഗിക്കുന്നത്, നമ്മൾ കൈകൾ കൊണ്ടാണ് കഴിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ പ്ലേറ്റ്സുകൾ, നമ്മൾ കഴിക്കുന്ന പ്ലേറ്റ്സുകൾ കഴിച്ച കൈകൾ കൊണ്ട് പിടിക്കരുത്. കഴിച്ച കൈകൾ കൊണ്ട് നമ്മൾ എന്താ പറയുക, സ്പൂണുകൾ ഉപയോഗിക്കരുത്. കഴിച്ച കൈകൾ കൊണ്ട് നമ്മൾ ഗ്ലാസ്സുകളിൽ തുടരുത്. ഇങ്ങനെയുള്ള കുറേ, ഇതൊരു വൈഡർ ഒരു ടേമാണ്. അത് നമ്മൾ നല്ല സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ട ബോധ്യങ്ങളെയാണ് ഇതെല്ലാം നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തന്നത്. ആക്ച്വലി അതിനെയാണ് നമ്മൾ എറ്റിക്വറ്റ്സുകൾ എന്ന് പറയാം, മര്യാദകൾ എന്നാണ്. ബോധ്യമുള്ള മര്യാദകളാണ് എറ്റിക്വറ്റ്സുകൾ എന്ന് പറയുന്നത്. അതൊരു പ്രൊഫഷണലിൽ, ഒരു ഗ്രൂപ്പുകളിൽ, സൊസൈറ്റിയിലൊക്കെ നമ്മൾ നിർബന്ധപൂർവ്വം പാലിക്കപ്പെടേണ്ട ബോധ്യങ്ങളെയാണ് നമ്മൾ എറ്റിക്വറ്റ്സുകൾ എന്ന് വിളിക്കുന്നത്. വളരെ ചെറിയ സമയങ്ങൾ കൊണ്ട് എന്താണ് എറ്റിക്വറ്റ്സ്, എന്താണ് ടേബിൾ മാനേഴ്സ്, എന്താണ് കട്ട്ലറി എറ്റിക്വറ്റ്സുകൾ എന്ന് എനിക്ക് നിങ്ങളിലേക്ക് എനിക്ക് ചെറിയ അറിവുകൾ എത്തിക്കാൻ പറ്റിയതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. Welcome to St. Anthony's College, Perivandhanam. Where education meets excellence and dreams turn into reality. Since 2013, we have been a pillar of academic brilliance, recognized under Section 2F of the UGC Act and accredited by NAC. Our commitment is your future. At St. Anthony's, we offer world-class education. Under the visionary leadership of Mr. Benny Thomas, Chairman of St. Anthony's College and founder and CEO of Spago Group of Companies, guiding our academic excellence is Dr. Anthony Joseph Kallampalli, Principal of St. Anthony's College, a distinguished academician with over 35 years in education. We offer a diverse range of courses tailored to meet industry demands. Step into the world of hospitality with our hotel management program. Gain hands-on experience in culinary arts, hotel operations, front office management, and customer service. We are the only institute offering a 3-month salaried internship with Spago International, which opens up doors to global career opportunities. Unlock a world of possibilities with our BBA in Aviation, preparing you for exciting careers in airline operations, airport management, and logistics. Commerce drives the economy, and at St. Anthony's, we equip you with the skills to succeed in accounting, finance, taxation, and business management. Choose from a variety of specialized courses. BCom with Finance and Taxation, BCom with Accounting, BCom with Airport Management and Air Cargo Management, BCom with Hospital Administration, BCom with Logistics Management, BCom Professional with CMA and ACCA, MCom in Finance and Taxation. The future is digital. Our BCA with AI and Robotics program empowers you with expertise in software development, data analytics, cybersecurity, and artificial intelligence.
Fashion isn't just about trends, it's about creativity and innovation. Our fashion designing program provides hands-on training in textile science, garment construction, and trend forecasting, preparing you for a dynamic career in the fashion industry. Cybersecurity is more crucial than ever. Our cyber forensics and ethical hacking program trains students in digital forensics, network security, and cyber law to combat cyber threats. Unravel the mysteries of human mind. Our Psychology with Forensic Psychology program explores clinical psychology, organizational behavior, and mental health research. Our MSW program prepares students to uplift communities, drive social change, and promote social justice. Be the change you wish to see. Our campus is designed for success with a spacious 5-story building, state-of-the-art classrooms, a well-equipped computer lab, a resource-rich library, spacious conference and seminar halls, an auditorium for cultural and academic events, comfortable faculty rooms, and administrative offices. At St. Anthony's College, Peruvantanam, we don't just offer degrees. We shape careers, build leaders, and create success stories. Are you ready to take the next step toward a rewarding future? If you are ambitious, passionate, and ready to embrace a future of opportunities, this is your moment. Don't wait. Secure your place today. Visit our campus, explore our programs, and be part of an institution that prepares you for success. Your journey to success begins here. Join St. Anthony's College, Peruvantanam, and step into a world of limitless opportunities. Admissions open. Apply today.